ഗാലക്സി മെഡിക്കർ ലിമിറ്റഡ് അവരുടെ Q2 റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബറിൽ എൻഡായ ക്വാർട്ടർ റിസൾട്ട് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എമൗണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ലക്ഷത്തിലാണ്. ഇപ്പൊ ഞാനിവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് കോടിയിലാണ്. കമ്പനിയുടെ ഈ ക്വാർട്ടറിലെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എത്രയാണ്? 18 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 21 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 15% റവന്യൂ ഫ്രം ഓപ്പറേഷൻ ക്വാർട്ടർ ടു ക്വാർട്ടർ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ സെപ്റ്റംബറിൽ എൻഡായ ക്വാർട്ടറിലെ കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എത്രയാണ്? 17 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു 9% റവന്യൂ കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കമ്പനിയുടെ ടോട്ടൽ ഇൻകം നോക്കുവാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 19 കോടിയാണ് വരുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 22 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ടോട്ടൽ ഇൻകം ക്വാർട്ടർ ടു ക്വാർട്ടർ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കഴിഞ്ഞ ഫിനാൻഷ്യൽ സെപ്റ്റംബറിൽ എൻഡായ ക്വാർട്ടറിലെ ടോട്ടൽ ഇൻകം എത്രയായിരുന്നു? 17 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ടോട്ടൽ ഇൻകം കൂടിയതായിട്ട് നമുക്ക് കാണാം. അതുപോലെ കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസ് നോക്കുവാണെങ്കിൽ ഈ ക്വാർട്ടറിലെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 16 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 20 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേന് 20% ടോട്ടൽ എക്സ്പെൻസ് ഈ ക്വാർട്ടറിൽ കുറഞ്ഞതായിട്ട് കാണാം. അതുപോലെ കഴിഞ്ഞ ഫിനാൻഷ്യൽ സെപ്റ്റംബറിൽ ഉണ്ടായ ക്വാർട്ടറിലെ ടോട്ടൽ എക്സ്പെൻസ് എത്രയായിരുന്നു? 15 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേന് ഒരു 6% ടോട്ടൽ എക്സ്പെൻസ് കൂടിയതായിട്ട് കാണാം. അതുപോലെ കമ്പനിയുടെ പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ ക്വാർട്ടറിൽ 2 കോടിയാണ് വരുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 1 കോടിയാണ് വരുന്നത്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 21% നെറ്റ് പ്രോഫിറ്റ് കൂടിയതായിട്ട് കാണാം. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഉണ്ടായ ക്വാർട്ടറിലെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 1 കോടിയായിരുന്നു. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 18% കൂടിയതായിട്ട് കാണാം. അതുപോലെ കമ്പനിയുടെ EPS ഏർണിംഗ് പെർ ഷെയർ നോക്കുവാണെങ്കിൽ കമ്പനിയുടെ ഈ ക്വാർട്ടറിലെ EPS എത്രയാണ്? 1.7 പൈസയാണ് വരുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 1.4 പൈസയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 21% EPS കൂടിയതായിട്ട് കാണാം. അതുപോലെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ സെപ്റ്റംബറിൽ ഉണ്ടായ ക്വാർട്ടറിലെ EPS എത്രയാണ്? 1.44 പൈസയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും കമ്പനിക്ക് ഒരു 18% EPS കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പനിയുടെ റവന്യൂ ഒരു 15% കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇയർ ടു ഇയർ നോക്കുവാണെങ്കിൽ ഒരു ചെറിയ ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസ് ക്വാർട്ടർ ടു ക്വാർട്ടർ കുറയുമാണ് ചെയ്തിരിക്കുന്നത്, ഇയർ ടു ഇയർ കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയർ ടു ഇയർ നമുക്കൊരു ഗ്രോത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കമ്പനിയുടെ EPS ഏർണിംഗ് പെർ ഷെയർ നോക്കുവാണെങ്കിൽ നമുക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയർ ടു ഇയർ നമുക്കൊരു ഗ്രോത്ത് കാണാൻ സാധിക്കും.